വെൽക്കം ടു ദ ഓൺലൈൻ സെഷൻ ഓഫ് തെർമൽ എഞ്ചിനീയറിംഗ്. ഫോർത്ത് സെമിസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് തെർമൽ എഞ്ചിനീയറിംഗ്. സബ്ജക്റ്റ് കോഡ് 4024. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മോഡ്യൂളിലെ കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഫണ്ടമെൻ്റൽസ്, കുറേ ടേമുകളും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കും പേനയായിട്ട് ഇരിക്കുക. കുറച്ച് കാര്യങ്ങൾ സ്ലൈഡിൽ ഇല്ലാത്തതും പറയും, അപ്പം കൂടെ എഴുതി പോവുക. ഓക്കെ, എന്താണ് തെർമോഡൈനാമിക്സ്? തെർമോഡൈനാമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് എനർജി ഇൻറ്ററാക്ഷൻ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. മെയിനായിട്ട് തെർമോഡൈനാമിക്സിൽ എനർജി ഇൻട്രാക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് എനർജി ഇൻട്രാക്ഷൻ? ഹീറ്റും വർക്കും തമ്മിലുള്ള എനർജി ഇൻട്രാക്ഷനാണ് തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഹീറ്റും വർക്കും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ്, ഹീറ്റ് എനർജി വർക്ക് എനർജി ആകുന്നു, വർക്ക് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കുറേ പ്രോസസ്സുകളാണ് നമ്മൾ കാണുന്നത്. ഇനി സിസ്റ്റം, സറൗണ്ടിങ്സ്, ബൗണ്ടറി നമ്മൾ കേട്ടിട്ടുള്ള ടേമുകളാണ്. എന്താണ് സിസ്റ്റം? തെർമോഡൈനാമിക് സിസ്റ്റം അല്ലെങ്കിൽ സിംപ്ലി സിസ്റ്റം. എന്താണ് സിസ്റ്റം? നമ്മൾ ഒരു കാര്യം സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു കേസ് സ്റ്റഡിക്ക് വേണ്ടി ചൂസ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സ്പേസ്, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന മാറ്റർ, ഇതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയാം. എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ എ റീജിയൺ ഇൻ എ സ്പേസ് ചൂസൺ ഫോർ സ്റ്റഡി, ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയാം. നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ക്ലാസ് റൂം വേണമെങ്കിൽ നമുക്കൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ക്ലാസ് റൂമിന് ഒരു ബൗണ്ടറി ഉണ്ട്, അതിന് ചുറ്റുമതിലുണ്ട്, വാതിലുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. ആ ക്ലാസ് റൂമിന് പുറത്തുള്ള എല്ലാം എന്താണ്? സറൗണ്ടിങ് ആണ്. നമ്മൾ എടുത്തേക്കുന്ന റീജിയൻ ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിന് പുറത്ത് വരാന്ത, പുറമുറ്റം, ഇതെല്ലാം സറൗണ്ടിങ് ആണ്. റീജിയൺ സ്പേസ് എടുത്തത് ക്ലാസ് റൂമാണ്, അതിന് പുറത്തുള്ള എല്ലാം സറൗണ്ടിങ് ആണ്. അതുതന്നെയാണ് ഇവിടുത്തെ സറൗണ്ടിങ്സും വരുന്നത്. മാസ് ഓർ റീജിയൻ ഔട്ട്സൈഡ് ദ സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള എല്ലാം സറൗണ്ടിങ് ആണ്. ഇനി ബൗണ്ടറി, സിസ്റ്റത്തെയും സറൗണ്ടിങ്ങിനെയും വേർതിരിക്കുന്ന ഒരു ലെയർ അല്ലെങ്കിൽ ഒരു സർഫസ് ആണ് ബൗണ്ടറി. ഇത് റിയൽ സർഫസ് ആവാം, അല്ലെങ്കിൽ ഇമാജിനറി സർഫസ് ആവാം. ഫിഗർ നോക്കുക. സിസ്റ്റം ഉണ്ട്, സിസ്റ്റത്തിൻ്റെ പുറത്ത് സറൗണ്ടിങ് ഉണ്ട്, സിസ്റ്റത്തെയും സറൗണ്ടിങ്ങിനെയും വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി ലെയർ ഉണ്ട്. ഇതാണ് സിസ്റ്റം, സറൗണ്ടിങ്, ബൗണ്ടറി. ഇനി സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് വൺ, ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോത്ത് മാസ് ആൻഡ് എനർജി ക്യാൻ ക്രോസ് ദ സെലക്റ്റഡ് ബൗണ്ടറി. ഒരു ബൗണ്ടറി ഉണ്ടാവും ഒരു സിസ്റ്റത്തിന്, ആ ബൗണ്ടറി ക്രോസ് ചെയ്യും. അവിടുത്തെ മാസും ക്രോസ് ചെയ്യും, അതുപോലെ എനർജിയും ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് പുറത്തേക്ക് വരും. എക്സാമ്പിളാണ് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് വിത്ത് വാൽവ് ആണ്. വാൽവ് ഉള്ള നമ്മളിപ്പോൾ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്, നമ്മുടെ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തേക്ക് കയറുന്നു, അതുപോലെ അത് എക്സോസ്റ്റ് വഴി അത് പുറത്തേക്ക് വരുന്നു, എക്സോസ്റ്റ് വഴി അത് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം അകത്തേക്ക് കയറുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം എനർജിയും അകത്തേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു തുറന്ന് കിടക്കുന്ന ഒരു ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ക്ലാസ് റൂമൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഓപ്പൺ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിളാണ് IC എൻജിൻ, എയർ കംപ്രസർ, വാട്ടർ പമ്പ്, സ്റ്റീം എൻജിൻ, ബോയിലർ, ടർബൈൻ. ഇനി ക്ലോസ്ഡ് സിസ്റ്റം. എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം? ഓൺലി എനർജി ക്യാൻ ക്രോസ് ദ സെലക്റ്റഡ് ബൗണ്ടറി. എനർജി മാത്രമേ സെലക്റ്റഡ് ബൗണ്ടറി ക്രോസ് ചെയ്യുള്ളൂ. മാസ് ട്രാൻസ്ഫർ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഒരു ചൂട് ചായ, ചൂട് ചായ, ഒരു ഗ്ലാസ്സിലുള്ള ചൂട് ചായ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാസ് എങ്ങോട്ടും ട്രാൻസ്ഫർ ആവുന്നില്ല. ഒന്നും അകത്തേക്ക് വരുന്നുമില്ല, പുറത്തേക്ക് പോകുന്നുമില്ല. പക്ഷേ ആ ചൂട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മിനിറ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂട് നഷ്ടപ്പെടും. അപ്പോൾ അവിടുത്തെ എനർജി
ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ആ ഗ്ലാസിൻ്റെ വാളിലൂടെ എനർജി ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഇനി ഇവിടെ കാണിച്ചേക്കുന്നത് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് വിത്തൗട്ട് വാൽവ് ഇല്ലാത്തൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് എന്നാൽ സിലിണ്ടറിൻ്റെ വാളിലൂടെ എനർജി ഇൻട്രാക്ഷൻ നടക്കും, എനർജി ട്രാൻസ്ഫർ നടക്കും. പക്ഷേ മാസ് ട്രാൻസ്ഫർ വാൽവ് ഇല്ലാത്തതുകൊണ്ട് മാസ് ട്രാൻസ്ഫർ നടക്കില്ല. ഇതിനെയാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എനർജി ഇൻ, എനർജി ഔട്ട്. പക്ഷേ നോ മാസ് ട്രാൻസ്ഫർ നടക്കില്ല. അതിന് മറ്റ് എക്സാമ്പിളുകളാണ് പ്രഷർ കുക്കർ, പിന്നെ രണ്ടാമത് പറയുന്നത് റബ്ബർ ബലൂൺ ഫിൽഡ് വിത്ത് എയർ ആൻഡ് ടൈറ്റ്ലി ക്ലോസ്ഡ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്തർ മാസ് നോർ എനർജി ക്യാൻ ക്രോസ് ദ സെലക്റ്റഡ് ബൗണ്ടറി ക്രോസ് ചെയ്യാൻ. ഇവിടെ മാസും ക്രോസ് ചെയ്യില്ല, എനർജിയും ക്രോസ് ചെയ്യില്ല. കാരണം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ, കാരണം ഒരു ചൂടോ മാസോ പുറത്തേക്കോ അകത്തേക്കോ വരാതെ. എക്സാമ്പിളാണ് വെൽ ഇൻസുലേറ്റഡ് തെർമൽ ബോട്ടിൽ. നമ്മൾ തെർമോ ഫ്ലാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ചൂടാറാതെ ഇരിക്കാൻ വേണ്ടി, ചായയൊക്കെ ചൂടാറാതിരിക്കാൻ വേണ്ടി ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് എങ്ങോട്ടും പോകാതെ അവിടെ ഇരിക്കും. അതുപോലെ മാസും ട്രാൻസ്ഫർ ആവില്ല. പിന്നെ എക്സാമ്പിളാണ് യൂണിവേഴ്സ്. നമ്മുടെ മൊത്തത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. നോ എനർജി ട്രാൻസ്ഫർ, നോ മാസ് ട്രാൻസ്ഫർ. അതുപോലുള്ള സിസ്റ്റത്തിനെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം. എന്താണ് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിസ്റ്റം ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സ്വഭാവത്തെ ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഈ പ്രോപ്പർട്ടീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് എമൗണ്ട് ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടികളെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. കാരണം മാസ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമല്ല, ആ പ്രോപ്പർട്ടിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതിന് എക്സാമ്പിളാണ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം അല്ലെങ്കിൽ സ്പെസിഫിക് പ്രോപ്പർട്ടീസ് എല്ലാം മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. ഇനി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മാസ് മാറുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന ഇതിനാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇതിന് എക്സാമ്പിളാണ് മാസ്, വോളിയം, എനർജി, എൻതാൽപ്പി. ഇതിനാണ്. കാരണം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ എക്സ്റ്റൻസീവ് എന്നും മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇനി എന്താണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ദാറ്റ് ഈസ് നോട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച്. ഒരു ചേഞ്ചും ഇല്ലാതെ ഒരു സിസ്റ്റം ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ സ്റ്റേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു പൊസിഷൻ, ഇനീഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൽ ഒരു കംപ്രഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടി നിൽക്കുകയാണ്. ഫസ്റ്റ് നിൽക്കുന്നത് എക്സ്പാൻഡഡ് ആയിട്ടുള്ള അവിടെ പ്രഷർ ഉണ്ടാവും, വോളിയം ഉണ്ടാവും. P1 എന്ന് പറഞ്ഞൊരു പ്രഷർ ഉണ്ടാവും, V1 എന്ന് പറഞ്ഞൊരു വോളിയം ഉണ്ടാവും, T1 എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇനി ചേഞ്ചസ് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ചേഞ്ചും ഇല്ലാതെ നിൽക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുക. ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം ആർ നോൺ ആൻഡ് ആർ നോട്ട് ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്ന പൊസിഷനിലാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയാം. ഇഫ് വൺ പ്രോപ്പർട്ടി ചേഞ്ചസ് ദെൻ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ചേഞ്ചസ്. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ചെയ്യുന്ന അർത്ഥം. ഇനി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെർമൽ ഇക്വിലിബ്രിയം വേണം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെയിം ആവണം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം അടുത്ത പ്രഷർ സെയിം ആവണം. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസിലുള്ള എനർജി ബാലൻസ് ഉണ്ടായിരിക്കണം. ഈ എല്ലാ ഫേസ് അതുപോലെ ഇതെല്ലാ ഇക്വിലിബ്രിയം കൂടി ചേർന്ന് ഇതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. സ്റ്റേറ്റ്, ഇക്വിലിബ്രിയം ആൻഡ് പ്രോസസ്സ്. സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പ്രോസസ്സ് എന്താണ്? കാരണം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി മാറാതെ ഇങ്ങനെ നിൽക്കുന്നതിനാണ് സ്റ്റേറ്റ് എന്ന് പറയാം. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഫ്രം വൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ടു അനദർ. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ
1 ഈ ഫിഗർ നോക്കുക, റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കുക. 1 എന്നുള്ള ഇനീഷ്യൽ സ്റ്റേറ്റ്, 2 എന്നുള്ള ഫൈനൽ സ്റ്റേറ്റ്. 1 എന്നുള്ള ഇനീഷ്യൽ സ്റ്റേറ്റിൽ വോളിയം V1 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റിൽ വോളിയം V2 ആണ്. അതുപോലെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ്സിൻ്റെ പാത്ത് ഇങ്ങനെ ഒരു കർവായിട്ട് ആരോ മാർക്കിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കംപ്രഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. താഴെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ പിസ്റ്റൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റൺ കംപ്രസ് ചെയ്ത സമയത്ത് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തു, വോളിയം ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇതിനെയാണ് പ്രോസസ്സ് എന്ന് പറയാം. പിന്നെ കുറേ പ്രോസസ്സുകൾ താഴെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ്? ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സാണ്. ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇവിടെയും പ്രോസസ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സുകൾ, പല പേരിലുള്ള സ്പെഷ്യൽ പ്രോസസ്സുകൾ പറയുന്നുണ്ട്. പിന്നെ പാത്ത് എന്താണെന്ന് പറയുന്നത്, സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് വിച്ച് എ സിസ്റ്റം പാസ് ത്രൂ ഡ്യൂറിങ് എ പ്രോസസ്സ്. ഒരു പ്രോസസ്സിൻ്റെ സമയത്ത് പാസ് ചെയ്യുന്ന പാത്തിനെയാണ്, പാസ് ചെയ്യുന്ന വഴി, ആ ഒരു ഇതിനെയാണ് നമ്മൾ പാത്ത് എന്ന് പറയാം. ഓക്കെ. ഇനി പ്രഷറെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഈസ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ടു ഗിവൺ ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. പ്രഷറിൻ്റെ യൂണിറ്റ് ഫോഴ്സ് ബൈ ഏരിയ യൂണിറ്റ് കാണാൻ F/A. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിൻ്റെ SI യൂണിറ്റ്. ഇതിനെ പാസ്കൽ എന്നും പറയും. പാസ്കൽ എന്നുള്ളതും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വലാണ്. PA എന്ന് എഴുതും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പാസ്കൽ. പിന്നെ മറ്റ് യൂണിറ്റുകളുണ്ട് പ്രഷറിന്. mm of Hg മെർക്കുറിയിൽ പറയുന്നത്. അതുപോലെ അറ്റ്മോസ്ഫറിക് പ്രഷർ, അറ്റ്മോസ്ഫറിൽ നമ്മൾ പറയാറുണ്ട്. പിന്നെ 1 ബാർ എന്ന് പറയും. 1 ബാർ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിലില്ല, ഒന്ന് നോട്ട് ചെയ്യുക. 1 ബാർ ഈക്വൽ ടു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. ഇനി 3 പ്രഷറുകളുണ്ട്. ഗേജ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ അബ്സല്യൂട്ട് പ്രഷറും അറ്റ്മോസ്ഫറിക് പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന അബ്സല്യൂട്ട് പ്രഷർ. ഈ ഫസ്റ്റിൽ കാണിച്ചിരിക്കുന്ന അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്, പ്ലസ് ഗേജ് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഇനി വാക്വം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഗേജ് പ്രഷറാണ്. നെഗറ്റീവ് സക്ഷൻ പ്രഷറിനെയാണ് വാക്വം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെയുള്ള അബ്സല്യൂട്ട് പ്രഷർ എങ്ങനെയാണ് നമ്മൾ കാണുക? അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ. ഇതാണ് ഗേജ് പ്രഷറും അബ്സല്യൂട്ട് പ്രഷറും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ഹോട്ട് ഓർ കോൾഡ് ആൻ ഒബ്ജക്റ്റ് ഈസ് കമ്പയർഡ് ടു അനദർ ഒബ്ജക്റ്റ്. ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഹോട്ട്നെസ് കോൾഡ്നെസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഇതിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹീറ്റ് ഫ്ലോ ഫ്രം ദ ഒബ്ജക്റ്റ് വിത്ത് എ ഹയർ ടെമ്പറേച്ചർ ടു ദ ഒബ്ജക്റ്റ് വിത്ത് എ ലോവർ ടെമ്പറേച്ചർ. എപ്പോഴും ടെമ്പറേച്ചർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്കാണ് മൂവ് ചെയ്യുക. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് തെർമോമീറ്റർ. നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് തെർമോമീറ്റർ. ഇനി ടെമ്പറേച്ചറിന് 3 സ്കെയിലുണ്ട്. ഫാരൻഹീറ്റ് സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. സെൽഷ്യസ് സ്കെയിൽ നമുക്കറിയാം, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻറ്റും
ബോയിലിംഗ് പോയിൻ്റാണ് നമ്മൾ ഇത് കോമൺ ആയിട്ട് പറയാം. ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അത് ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ ഫ്രീസിംഗ് പോയിൻ്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 0 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ. കാരണം 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 32 ഡിഗ്രി ഫാരൻഹീറ്റ്. കാരണം വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ 32 ആണ്. ബോയിലിംഗ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയുള്ള ഫാരൻഹീറ്റിലെ വാല്യൂ 212 ആണ്. നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ അളക്കുക ഫാരൻഹീറ്റ് സ്കെയിലാണ്. അപ്പോഴാണ് നമ്മൾ 98 ആ റേഞ്ചിൽ പനി ഉണ്ടെന്ന് പറയാം. അത് ഫാരൻഹീറ്റിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ 273 കൂട്ടുന്നതാണ് കെൽവിൻ സ്കെയിൽ. കാരണം കെൽവിൻ സ്കെയിലിലെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിൻറ്റ് 273 ഡിഗ്രി സെൽഷ്യസും ബോയിലിംഗ് പോയിൻറ്റ് 373 ഡിഗ്രി കെൽവിനുമാണ്. ആ വാല്യൂ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട് കൺവേർട്ട് ചെയ്യാനുള്ള. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം വാട്ടർ ഫ്രീസ് ചെയ്യുന്നതും വാട്ടർ ബോയിൽ ചെയ്യുന്നതും ടെമ്പറേച്ചറുകൾ ഓരോ സ്കെയിലും ഫാരൻഹീറ്റ്, സെൽഷ്യസ് ആൻഡ് കെൽവിൻ. ഇനി എനർജി എന്താണ്? എനർജി ടോട്ടൽ എനർജി എന്ന് അതിൽ മെയിനായിട്ട് എല്ലാ ടൈപ്പ് എനർജീൻ്റെ തെർമൽ എനർജീൻ്റെ, മെക്കാനിക്കൽ എനർജീൻ്റെ, കൈനറ്റിക് എനർജീൻ്റെ, പൊട്ടൻഷ്യൽ എനർജീൻ്റെ, ഇലക്ട്രിക് എനർജീൻ്റെ, മാഗ്നറ്റിക് എനർജീൻ്റെ, കെമിക്കൽ എനർജീൻ്റെ, ന്യൂക്ലിയർ എനർജീൻ്റെ എല്ലാത്തിനെയും കൂടി സമ്മാണ്. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ എടുക്കുക 3 എനർജികളാണ്: ഇൻറ്റേർണൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇൻറ്റേർണൽ എനർജിയെ നോട്ടേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് U. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ½mv² ആണ്. പൊട്ടൻഷ്യൽ എനർജി mgz ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കുറച്ചും കൂടെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.